ഈ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. കാരണം ഇതിനകത്താണ് 70 ആഴ്ചത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ 70 ആഴ്ചോട്ടത്തെ കുറിച്ച് ഉള്ള പ്രതിപാദനം ഈ ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, ഇത് സഭയുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു ബന്ധമുള്ളതല്ല. യഹൂദനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് 70 ആഴ്ചവട്ടം എന്നുള്ള വിഷയം. അപ്പോൾ അവിടെ 24-ാം വാക്യത്തിൽ, 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജനം എന്ന് പറഞ്ഞാൽ ദാനിയേലിന്റെ ജനം, യഹൂദനെ ഉദ്ദേശിച്ചാണ്, അഥവാ ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ്. വിശുദ്ധ നഗരം എന്ന് പറയുന്നത് യെരുശലേമാണ്. അപ്പോൾ ആ വിധത്തിൽ ഇത് യഹൂദനുമായിട്ടും യെരുശലേമുമായിട്ടും ബന്ധപ്പെട്ട വിഷയമാണ് 70 ആഴ്ചവട്ടം എന്ന് പറയും. ഇനിയിപ്പം നമ്മളിതിന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചാൽ, ദാനിയേല് പ്രവാസത്തിലായിട്ട് ഇപ്പോൾ 68 വർഷം കഴിഞ്ഞു. ഈ 14-ാമത്തെ വയസ്സിൽ തന്നെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ദീർഘവർഷങ്ങൾ ആ പ്രവാസത്തിലായിരുന്നപ്പോൾ അദ്ദേഹം വചനം വായിച്ചു. പ്രത്യേകിച്ച് ജെരമ്യ പ്രവചനം വായിച്ചപ്പോൾ അതിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. 70 സംവത്സരമായിരിക്കും പ്രവാസമെന്നുള്ളത് പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു എന്നാണ് 9:2 ദാനിയേൽ 9:2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു എന്ന് പറയുന്നത് യിരെമ്യാ പ്രവചനത്തിൽ നിന്നാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാകും. അപ്പോ യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ ഉള്ള ഭാഗങ്ങളിലാണ് ദൈവം ഇത് യിരെമ്യാവിൽ കൂടെ പറയുന്നത്. അതായത് പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ദൈവം ഒരാലോചന പറഞ്ഞു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും. ഒന്ന് വായിച്ച ആ ഭാഗം 25-8 മുതൽ. നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായി കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിന് നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ഈ ദിവസമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ആ 13-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ യിരെമ്യാവിൽ കൂടെ ദൈവം പ്രവചിക്കുകയായിരുന്നു, ദൈവം അരുളി ചെയ്യുകയായിരുന്നു, ഇവര് പ്രവാസത്തിലേക്ക് പോകും. ആ പോകുന്ന പ്രവാസം 70 സംവത്സരമായിരിക്കും എന്നും കൂടെ പറഞ്ഞു. ഇനി യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ യിരെമ്യാവ് ആവർത്തിച്ച് പ്രവചിച്ചു. 29:10. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോട് എന്റെ വചനം ഞാൻ നിവർത്തിക്കുള്ളൂ. അപ്പോൾ ഈ ദാനിയേൽ ഈ ഭാഗം വായിച്ചപ്പോഴാണ് മനസ്സിലായത് 68 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 വർഷം കൂടെ കഴിയുമ്പം ഈ രാജ്യത്ത് നിന്ന് പോകും, അല്ലെങ്കിൽ ദൈവം ഇവിടെ നിന്ന് മടക്കി കൊണ്ടുപോകും എന്നുള്ള കാര്യം യിരെമ്യാവിന് മനസ്സിലായത്, ദാനിയേലിന് മനസ്സിലായത്. അപ്പോൾ ദാനിയേല് ദൈവത്തിനെ പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ 70 സംവത്സരം എന്നുള്ള ഒരു കാലക്കണക്ക് അവിടെ വന്നിരിക്കുന്നത്, 70 സംവത്സരം കിടക്കും എന്ന് പറയാൻ കാരണം 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ എന്ന് വായിക്കാം. അവിടെ എന്തുകൊണ്ട് അവര്
ഈ 70 സംവത്സരം കിടക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 2 ദിനവൃത്താന്തം 36:21. യിരെമ്യാ മുഖാന്തരം യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുമ്പോളം തന്നെ 70 സംവത്സരം തികയുമ്പോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ദേശം അതിന്റെ ശബത്ത് അനുഭവിച്ച് തീരുവോളം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശബത്ത് അനുഭവിപ്പിക്കാൻ, അല്ലെങ്കിൽ ശബത്ത് ദേശം ചെയ്യാതിരുന്നത് കൊണ്ട് അത് അനുഭവിപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമാണ് 70 സംവത്സരം എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഏകദേശം 490 വർഷക്കാലത്തോളം അവര് ദൈവം പറഞ്ഞ കൽപ്പന മറുത്തു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കൽപ്പനകൾ ചെയ്തില്ല. ദൈവം പറഞ്ഞൊരു കൽപ്പനയായിരുന്നു 7 വർഷം 6 വർഷം കഴിയുമ്പോൾ 7-ാം വർഷം ശബത്ത് വർഷമായിട്ട് ആചരിക്കണമെന്ന് പറഞ്ഞു. 6-ാം വർഷം നിങ്ങൾ കൊയ്യുമ്പോൾ 7-ാം വർഷത്തേതും 8-ാം വർഷം നിങ്ങളുടെ വിളഭൂമി വിളവ് തരുന്നത് വരെയുള്ള സമയത്തേക്ക് ഇവർക്ക് കൊടുക്കാമെന്നായിരുന്നു ദൈവം പറഞ്ഞത്. എന്നാൽ അവരതൊന്നും വിശ്വസിച്ചില്ല. കാരണം 7-ാം വർഷം കൃഷി ചെയ്തില്ലെങ്കിൽ അവർ പട്ടിണിയായി പോകുമോ എന്നവര് വിചാരിച്ചു. അപ്പോൾ ഇന്നും ദൈവം തരുന്ന പ്രോമിസ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെയും നൽകാം എന്നാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. അപ്പോൾ അവിടെ പറയുന്നത് മുമ്പേ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി, അതോടുകൂടെ ഇതൊക്കെയും തരാം എന്നാണ്. എന്നാൽ അവരങ്ങനെ കടന്നു വിശ്വസിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവരതുകൊണ്ട് ദൈവത്തെ അവര് അവിശ്വസിച്ചത് കൊണ്ട് അവർ 7-ാം വർഷവും കൃഷി ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 490 വർഷക്കാലത്തോളം ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അകൃത്യത്തിൽ ജീവിച്ചു. അപ്പോൾ ദൈവം മുന്നറിവ് നേരത്തെ കൊടുത്തിരുന്നതാണ്, അങ്ങനെ നിങ്ങൾ എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്യദേശത്ത് അടിമകളായി പോകും എന്ന് ദൈവം നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ലാസ്റ്റ് വാണിംഗ് എന്ന നിലയിൽ ദൈവം യിരെമ്യാവിൽ കൂടെ വാണിംഗ് കൊടുത്തതാണ്, ബാബേൽ രാജാവ് വന്ന് നിങ്ങളെ ആക്രമിച്ച് നിങ്ങളുടെ രാജ്യം കൈവശമാക്കുകയും നിങ്ങൾ 70 സംവത്സരക്കാലം അന്യദേശത്ത് ബാബേൽ രാജാവിന്റെ അടിമത്തത്തിൽ പോകേണ്ടി വരും എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ശബത്ത് ദേശം അനുഭവിച്ച് തീരുവോളം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു 70 സംവത്സരം നിങ്ങൾ പ്രവാസികളായിരിക്കും എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെയാണ് 70 വർഷം എന്നുള്ള ഒരു കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ദൈവമക്കളാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം നമ്മുടെ സമയത്തിന്റെയും നമ്മുടെ വരുമാനത്തിന്റെയും എല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണം നമ്മൾ ലംഘിച്ചാൽ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ദൈവം സമയം നമ്മൾ കൊടുത്തില്ലെങ്കിൽ സമയം വേറെ വിധത്തിൽ നമുക്ക് നഷ്ടമാകേണ്ടതായിട്ട് വരും. പണം നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ വേറെ വിധത്തിൽ നഷ്ടമാകേണ്ടതായിട്ട് വരും. നിയമത്തിന്റെ ഉപദേശം ദശാംശമല്ല, ഓഹരിയാണ്. അതുകൊണ്ടാണ് പ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വചനം പഠിക്കുന്നവൻ സകലത്തിലും ഓഹരി കൊടുക്കണം എന്നാണ്. അപ്പോൾ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ ഓഹരിയാണ്. അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞു, മത്തായി 23:23 കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ കവിയുന്ന നീതി പരീശന്മാർ 10% കൊടുത്തുകൊണ്ടിരുന്നത്, 10-1 കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനേക്കാൾ കവിയുന്ന ഒരു നീതി ദൈവമക്കളാകുന്ന നമ്മുടെ മേൽ നമുക്ക് വേണം എന്ന ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 68 വർഷം കഴിഞ്ഞ് 70-ാമത്തെ വർഷത്തിൽ അവർക്ക് വിടുതലുണ്ടാകുമെന്നുള്ളത് ദാനിയേൽ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചെങ്കിലും 70-ാം വർഷത്തിൽ വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിക്കണമായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെയും ജീവിതത്തിൽ പ്രോമിസസ് ഒക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിലും, പല വാഗ്ദത്തങ്ങൾ നമുക്കുണ്ടെങ്കിലും, ആ വാഗ്ദത്തം എല്ലാം ദൈവം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും
നമ്മൾ ദൈവസന്നിധിയിൽ അനുദപിച്ച് മടങ്ങി വന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രോമിസ് നിറവേറുകയുള്ളൂ. ദാനിയേലിന്റെ ജീവിതത്തിൽ കൂടെ നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. അങ്ങനെ 70-ാമത്തെ വർഷമാകുന്നതിന് മുൻപേ തന്റെ രാജ്യത്തിരുന്നു കൊണ്ട് താന് ഉപവസിച്ചു. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, താന് ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും സ്തോത്രം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവദാസനായ ദാനിയേൽ ഉപവസിച്ചു. എന്തിനു വേണ്ടിയാണ് താൻ ഉപവസിച്ചത്? ഉപവസിക്കേണ്ട കാര്യമുണ്ടോ? കാരണം താൻ ഒരു രാജകൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ 127 സംസ്ഥാനങ്ങളുടെ അധിപനായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ അല്ലെങ്കിൽ ബെൽഷസ്സർ രാജാവിന്റെ രണ്ടാമനായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ദാനിയേൽ ഉപവസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. തന്റെ വ്യക്തിപരമായി ചിന്തിച്ചാൽ യാതൊരു കാര്യവുമില്ല. എന്നാൽ തന്റെ ജനത്തിനു വേണ്ടിയും അതുപോലെ തന്നെ തന്റെ ദൈവമായ യഹോവയുടെ യെരൂശലേമിനു വേണ്ടിയും താൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ സ്വന്തം ദേശം ഇങ്ങനെ കിടന്ന് നശിക്കുന്നല്ലോ എന്നോർത്ത് ദാനിയേലിന് വളരെ വേദനയുണ്ടായി. അവന് ഉപവസിച്ചു. അപ്പോൾ നമ്മൾ ഉപവസിക്കുമ്പോൾ ഇപ്പൊ നെഹമ്യാവിന്റെ കാര്യം തന്നെ എടുത്താലും ഇതേ കാര്യം തന്നെയാണ്. നെഹമ്യാവ് കൊട്ടാരത്തിൽ അത്രയും വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ഉപവസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പാനപാത്രവാഹനായിരുന്നു എന്നാണ് നമ്മൾ ദൈവം. ഇപ്പൊ പാനപാത്രവാഹനായിരിക്കുന്ന ഒരു ചെറിയ ജോലിയല്ല, ഏതെങ്കിലും കൊട്ടാരത്തിലെ ഒരു ചെറിയ ജോലിയല്ല. പിന്നെയോ രാജകൊട്ടാരത്തിൽ രാജാവ് കുടിക്കുന്ന വീഞ്ഞിന്റെ ഒരംശം അദ്ദേഹം കുടിച്ചതിന് ശേഷമാണ് രാജാവിന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിശ്വസ്തരായിട്ടുള്ള ആളുകളെ മാത്രമേ ആ പോസ്റ്റിലോട്ട് കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ അത്രയും ഉയർന്ന ഒരു പദവിയിൽ നിൽക്കുന്ന നെഹമ്യാവിന് യെരൂശലേമിൽ നിന്ന് വന്ന ആളുകൾ മതിലെല്ലാം ഇടിഞ്ഞും അതിന്റെ വാതിലുകളെല്ലാം ബന്ധിയിരിക്കുന്നെന്ന് കേട്ടപ്പോൾ തന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുണ്ടായി. താൻ കുറെ നേരം ഇരുന്ന് കരഞ്ഞു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ കരയുന്നവർക്ക്, ഒറ്റയ്ക്കിരുന്ന് കരയുന്നവർക്ക് മാത്രമേ ദൈവം ആ വിധത്തിലൊരു ശുശ്രൂഷ പരമേൽപ്പിക്കുകയുള്ളൂ. ജനത്തിന്റെ അധപ്പതനം കണ്ടുകൊണ്ട്, വാതിൽ തീ വച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട്, ശത്രു അതിനെ നശിപ്പിച്ചത് കണ്ടുകൊണ്ട്, തങ്ങളുടെ സ്വന്തം ദേശം, പിതൃദേശം ആകപ്പാടെ നഷ്ടമായിരിക്കുന്നത് കണ്ടുകൊണ്ട് കരയുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ കഴിയത്തുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മള് യേശുക്രിസ്തു തന്റെ പരശുശ്രൂഷയുടെ അവസാനമായപ്പോൾ യേശുക്രിസ്തു ദേവാലയത്തിൽ ചാട്ടവാർ എടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പലരും ആ ഭാഗം മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ യേശുക്രിസ്തു ഒലിവുമല ഇറങ്ങി യെരൂശലേമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപക്ഷെ കഴുതക്കുറ്റിയുടെ പുറത്തു നിന്ന് ഇറങ്ങിയിട്ടായിരിക്കും, താനങ്ങോട്ട് നടന്നു പോകുമ്പോൾ യേശു കരഞ്ഞു എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 19-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. യെരൂശലേമിനെ നോക്കി നഗരത്തോടടുത്തപ്പോൾ അതിനെ നോക്കി കരഞ്ഞു. കർത്താവ് എന്താണ് കരയാൻ കാരണം? അത്രമാത്രം വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട ആളുകൾ മശിഹായായിട്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ അവർ കഠിനപ്പെട്ടു പോകുമ്പോൾ അവരെ ഓർത്തുകൊണ്ട് കരയുകയാണ്. തിരുവചനത്തിൽ നമുക്ക് അങ്ങനെ കർത്താവ് കരഞ്ഞു എന്ന് രേഖപ്പെടുത്തി തന്നതിന്റെ കാരണം ചെറിയ ഒരു ഗദ്ഗതമുണ്ടായതൊന്നുമല്ല. പിന്നെയോ ധാരാളം സമയം ആ ദിവസങ്ങളിൽ കർത്താവ് ആ യെരൂശലേം പട്ടണത്തെ നോക്കി കരഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കോരസീനെ നിനക്ക് ഹാകഷ്ടം, ബത്സയിലെ നിനക്ക് ഹാകഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. കർത്താവ് സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് വിളിച്ചു ചോദിക്കുകയാണ്, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ ചിറകിന്റെ മറവിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർക്കുവാൻ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ അങ്ങനെയുള്ള കഠിന ഹൃദയരെ കണ്ടുകൊണ്ട് കർത്താവ് ആദ്യം കരയുകയാണ്.
കരഞ്ഞതിന് ശേഷമാണ് ദേവാലയത്തിൽ ചെന്ന് ചാട്ടവാറെടുത്ത് ആ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പുറത്താക്കി. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമുക്കും ദൈവം ഒരു ശുശ്രൂഷ തരണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ഭാരം കൊണ്ട് നാം ഏകരായി കരയുന്നെങ്കിൽ, ഉപവസിക്കുന്നെങ്കിൽ ദൈവം നമുക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചു തരിക തന്നെ ചെയ്യും. നിശ്ചയമായും നെഹമ്യാവിനെ ഉപയോഗിച്ച ദൈവം, ദാനിയേലിനെ ഉപയോഗിച്ചവനായ ദൈവം നിശ്ചയമായി നമ്മയും ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദാനിയേൽ ഇരുന്നുകൊണ്ട് ഉപവസിച്ച് കരയുകയാണ്, ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. രട്ടെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഉപവാസവും രട്ടും കൂടെ ഒന്നിച്ച് വേണമെങ്കിൽ ചേർത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. പിന്നെ വരുന്നത് 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. 4 കാര്യങ്ങൾ. വെണ്ണീരിലിരുന്നു, പ്രാർത്ഥിച്ചു, യാചന കഴിച്ചു, അപേക്ഷ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ അവിടെ ചെയ്തതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. പുതിയ നിയമത്തിലും 4 കാര്യങ്ങൾ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 4 കാര്യങ്ങൾ. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അവിടെ പറയുന്നത്, രണ്ടാം അധ്യായത്തിന്റെ 2-ാം വാക്യം, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയാലും ദൈവദാസനായ പൗലോസ് പറയുമ്പോഴും അവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. യാചന, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെയും ശ്രദ്ധിച്ചാൽ 4 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അത് പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥനയുടെ നിഴലിന്റെ പൊരുളായിട്ടാണ് നമുക്കിവിടെ ഇത് കാണാൻ കഴിയുന്നത്. പഴയ നിയമത്തിലെ നിഴലായിട്ട് നമ്മൾ കാണുന്നത് ആലയത്തിലെ ധൂപവർഗം ഉണ്ടാക്കുവാനായി ദൈവം പറഞ്ഞപ്പോൾ ദൈവം 4 സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് തീയിട്ടുണ്ടാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരുവചനത്തിൽ ഈ 4 സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് അത് പുകയായിട്ട് ഉയർത്തുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു നിഴലായിരുന്നു. പരിശുദ്ധാത്മാവാകുന്ന തീയാണ് അതിനകത്ത് കത്തേണ്ടതായിട്ടുള്ളത്. അത് കുന്തിരിക്കവെന്നും അർബാനപ്പശയും ഗുൽഗുലുവും നറുംപശ, ഇങ്ങനെ 4 സാധനങ്ങൾ, നറുംപശ, ഗുൽഗുലു, അർബാനപ്പശ, കുന്തിരിക്കം, ഈ 4 സാധനങ്ങൾ ഇട്ടതിന് ശേഷം ആണ് ധൂപവർഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ധൂപവർഗത്തിനകത്ത് തീയിടുമ്പോൾ അതിനകത്തുനിന്ന് പുക വരും. ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ സ്തോത്രവും ആരാധനയും, സ്തോത്രവും അപേക്ഷയും പ്രാർത്ഥനയും യാചനയും, ഇത് 4ഉം കൂടി ഇട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് അതിന് തീ കൊടുക്കുമ്പോൾ പ്രാർത്ഥനയാകുന്ന ധൂപം സ്വർഗത്തിലേക്ക് ഉയരും. ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പൊരുള് നമുക്ക് വീണ്ടും വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക ദൈവസ്ഥനിധിയിലേക്ക് ചെല്ലുന്നതായിട്ടും അവിടെ നിന്ന് അതിന് മറുപടി ലഭിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ വിധത്തിൽ ദാനിയേൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും രട്ടെടുക്കുകയും ദൈവസ്ഥനിധിയിൽ അഭയാചന കഴിക്കുകയും ദൈവത്തോട് മുഖം തിരിക്കുകയും ചെയ്യുമ്പോൾ